നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ചൂട് ഇനിയും കെടാത്ത സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകരാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആണവശേഷി പിടിച്ചെടുക്കുമെന്ന വാഗ്ദാനവും ലബനനിൽ ഇസ്രയേലിന് നേരിട്ട് വിലക്ക് ഏർപ്പെടുത്തുമെന്നുമൊക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. എന്നാൽ ഇത് സമാധാനത്തിലേക്കുള്ള വഴിയാണോ അതോ മറ്റൊരു ശക്തി പ്രദർശന രാഷ്ട്രീയത്തിന് തുടക്കമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാനുമായുള്ള നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിനു ശേഷം ആണവ സമ്പത്ത്, പ്രത്യേകിച്ച് സമ്പുഷ്ടമായ യുറേനിയം അമേരിക്കയിലേക്ക് മാറ്റുമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. ഇതൊരു കരാറിന്റെ ഭാഗമാണെന്നും അദ്ദേഹം അവകാശപ്പെടുമ്പോഴും ഇറാൻ ഇതിനോട് പൂർണ്ണമായും യോജിച്ചിട്ടില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം പണം നൽകാതെ തന്നെ ഈ ആണവ വസ്തുക്കൾ കൈവശപ്പെടുത്തുമെന്ന ട്രംപിന്റെ നിലപാട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെയുള്ള ആണവ അവശിഷ്ടങ്ങൾ അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീകര മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ നടത്തിയ സൈനിക നീക്കങ്ങളുടെ ഫലമായി രൂപപ്പെട്ട ഈ ആണവ അവശിഷ്ടങ്ങൾ കൈമാറുന്നതിനായി യാതൊരുവിധ പണമിടപാടും നടത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെയാണ് ട്രംപ് ആണവ അവശിഷ്ടങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് ലബനനിൽ ബോംബാക്രമണം നടത്തില്ല എന്നും ട്രംപ് അറിയിച്ചു. ലബനനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഇസ്രായേലിനെ അമേരിക്ക വിലക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം ലബനനിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മതി ഇനി എന്ന കർശന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ ഇസ്രായേലിനി ലബനനിൽ ബോംബാക്രമണം നടത്തരുതെന്ന് വ്യക്തമാക്കിയതാണ് വലിയ വഴിത്തിരിവ്. ആഴ്ചകളോളം നീണ്ട യുദ്ധത്തിന് പിന്നാലെ പ്രഖ്യാപിച്ച 10 ദിവസത്തെ വെടിനിർത്തൽ ഇപ്പോൾ നിലനിൽക്കുന്നുവെങ്കിലും അതിന്റെ സ്ഥിരത ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ലബനനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അമേരിക്ക പ്രത്യേകമായി കൈകാര്യം ചെയ്യുമെന്നും ഇതിനായി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്കായി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുത്ത ഇറാന്റെ തീരുമാനത്തെ ട്രംപ് സ്വാഗതം ചെയ്തു. ഇറാനുമായുള്ള ചർച്ചകളിൽ ധാരണയായതായും നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാകുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നിടത്തോളം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നതോടെ ലോക എണ്ണ വിപണിയിൽ ആശ്വാസമുണ്ടായി. എന്നാൽ അതിനൊപ്പം തന്നെ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നതും സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കും. ഇറാൻ ഉപരോധം അവസാനിപ്പിക്കാത്ത പക്ഷം വീണ്ടും കടലിടുക്ക് അടയ്ക്കാമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സമാധാനം എന്ന പേരിൽ നടക്കുന്ന ചർച്ചകൾ യഥാർത്ഥത്തിൽ ശക്തികൾ തമ്മിലുള്ള ഒരു പുതിയ കളിയാണോ എന്ന സംശയം ഉയരുകയാണ്. ട്രംപ് പ്രഖ്യാപിക്കുന്ന ഓരോ നീക്കവും ലോകരാഷ്ട്രീയത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇറാനും അതിന്റെ സഖ്യങ്ങളും ഇനി ഇതിനെ എങ്ങനെ നേരിടുമെന്നതാണ് ഇനി ലോകം നോക്കുന്നത്. സമാധാനം എന്ന വാക്കിന്റെ മറവിൽ പുതിയ സംഘർഷങ്ങൾക്കുള്ള വിത്തുകളാണോ വിതച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായത്.